ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗെയിമിൻ്റെ പേര് യൂറോ ട്രക്ക് സിമുലേറ്റർ 3 എന്നാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ കുറവാണ് ഗൈസ് സബ്സ്ക്രൈബ് മാക്സിമം പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ട്രക്ക് മാൻ്റെ ട്രക്കാണ്. അപ്പോൾ ഞാൻ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് എവിടേക്കാണ് ലോഡ് ഏതാണ്, എത്ര വെയിറ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാണ് ഗൈസ്. കറക്റ്റ് പാർക്ക് ചെയ്തതിന് മൊത്തം ബ്ലോക്ക് ആവും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ദേ ഗൈസ്, കാർഗോ എന്താണെന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ ടോട്ടൽ വെയിറ്റ് കാണിക്കുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ജോബിൻ്റെ മണി എത്ര കിട്ടാൻ പോകണമെന്ന് കാണിക്കാൻ പോകുന്നുണ്ട്, റിവാർഡ് എത്രയെന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കും ഗൈസ്. അപ്പോൾ നമ്മളിത് ലോഡ് ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ട്രാഫിക്കൊന്നുമില്ല ഗൈസ്. വളരെ എന്താ പറയുക, അത്ര വലിയ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണം. ട്രാഫിക് വളരെ കുറവാക്കിയാണ് ഇട്ടേക്കണത്. പക്ഷേ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവന്മാർ മാറില്ല, ഉന്തി ഇങ്ങോട്ട് വരും. അതാണ് ഈ ഗെയിമിലുള്ള ഒരു പ്രശ്നം. കാരണം നമ്മുടെ ട്രക്ക് ട്രാപ്പാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ട്രാഫിക് ഇല്ലാണ്ട് ജാമാക്കാണ്ട് നോക്കി ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ. ഗ്രാഫിക്സൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ക്യാബിൻ ആണെങ്കിൽ നൈസാണ്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് 10,000 ബഡ്ജറ്റിലുള്ളൊരു ഫോണാണ്. അതിലെന്നെ കളിക്കുന്നത് നൈസാണ്. ആലോചിക്കുന്നത് നല്ല ഫോണാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ എന്താ പറയുക, സ്റ്റിയറിംഗ് വീൽസ് ആണെങ്കിലും കൺട്രോളിങ്സ് ആണെങ്കിലും അടിപൊളിയാണ്. അതുപോലെ നൈസാണ്. സ്പീഡാണെങ്കിലും മാപ്സ് ആണെങ്കിലും അടിപൊളിയാണ്. മാപ്സിൽ കുറേ വളവ് തിരിവൊക്കെ ഉള്ള പല മാപ്പുകളുണ്ട്. അതുപോലെ മറ്റേ ഓഫ് റോഡ് പോലത്തെ മാപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും ഹൈവേസാണ് ഇതാക്കുന്നത്. പൈസ പിടിച്ചാൽ എന്തോ ലക്കിന് സെറ്റായി കയറിയതാണ്. പിടിച്ചില്ല എന്നാണ് കഴിച്ചത്. വേറെ 2 സൈഡിൽ ഒട്ടും വളവെത്തി കഴിച്ചു. വളവിലാണ് പ്രശ്നം. ഇതിലേക്ക് വളച്ചില്ല. ട്രൈ ചെയ്യുന്ന ഗെയിമാണ്. പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ലോഡ് കുറച്ച് ദൂരം വളവ് കഴിഞ്ഞാൽ റൈറ്റിക്കാണ് ഇടാൻ വണ്ടി വരുന്നില്ല. അപ്പം നമ്മുടെ റൈറ്റിക്ക് കയറാണ്. ലെഫ്റ്റിലുള്ള ഒരു ഗോഡൗണാണ് നമ്മുടെ പ്ലേസ്. അവിടെ നമ്മൾ ഈ ലോഡ് ഇറക്കണം. അവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് കാണാൻ കഴിച്ചു. വണ്ടി ലോഡ് ഇറക്കണം കഴിച്ചു. അതനുസരിച്ച് പാർക്കിംഗ് ചോദിക്കില്ല കഴിച്ചു. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലായിക്കോളും. മറ്റേ കുറേ നേരം മറ്റേ റിവേഴ്സിൽ സെറ്റാക്കാൻ നമുക്ക് പറ്റിയില്ല. നല്ല മഴയാണ്. അവിടെ കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുന്നത്. ട്രക്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. പമ്പിൽ പെട്രോൾ ഉണ്ട് ഗൈസ്. എന്നാലും അടിച്ചേക്കാം, ടാങ്ക് അടിച്ചേക്കാം. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് ചുരം കയറുന്ന പോലെ, അതായത് എയർപിന്നെ കയറുന്നൊരു വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ അത് നൈസായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പെട്രോൾ അടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ കുറച്ച് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം. ടോട്ടൽ ടു പേ 331 യൂറോ ആയി ഗൈസ് പെട്രോൾ അടിക്കാൻ. വണ്ടി ഓണായിട്ടുണ്ടാകും. വണ്ടി ഓണാവുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിലത്തെ ഡിസ്പ്ലേ ഒക്കെ തെളിഞ്ഞ് വരുന്നതും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് റൈറ്റിക്കാണ് പോകേണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ റൈറ്റിക്കാണ് വണ്ടി തിരിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ വ്യൂ റൈറ്റിക്കാവും. അതല്ല ലെഫ്റ്റിക്കാണ് വണ്ടി തിരിക്കുന്നതെങ്കിൽ ലെഫ്റ്റിക്ക് നമ്മുടെ വ്യൂ ലെഫ്റ്റിക്ക് ആവും. അതുപോലെ കണ്ണാടി അതുപോലെ ക്ലോസ് ആവും, ഓപ്പൺ ആവും. അതൊക്കെ നൈസാണ് ഗൈസ്. കണ്ടോ? ഇപ്പം നോക്കിക്കോട്ടാ, തിരിക്കും വേണ്ട, കണ്ണാടി ശരിക്കും മറ്റേലേക്ക് മാറുന്ന കറക്റ്റ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്.
അടിപൊളിയാണ് ഗൈസ് ഗെയിം. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതുപോലത്തെ ഗെയിംസിൽ ഇന്ത്യൻ ട്രക്സൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഭാരത് ബെൻസ്, ടാറ്റ പ്രേമൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. നമുക്ക് റിവേഴ്സ് ഇട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ വിൻഡോസ് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ നൈസായിട്ട് നമ്മുടെ വ്യൂ തിരിക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്. അത് നമുക്ക് റിവേഴ്സ് ഇടാം. നൈസ് സെറ്റപ്പാണ് ഗെയിം. ഒരു 600-700 MB ഉള്ളൂ. അത്രയും എം ബി എന്ന് പറഞ്ഞാലും എന്താ പറയുക, 2 GB MB സൈസിലുള്ള ഗെയിമിൻ്റെ പോലെയാണ് അവർ ഈ ഗെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്രയും അടിപൊളിയാണ്. അത്ര അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ട്രക്സ് ആണെങ്കിലും മാപ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്ര അടിപൊളി ഗെയിമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിച്ചു സഡ്നെറ്റൊക്കെ ഉണ്ട്, വണ്ടി ഓഫ് ചെയ്യാൻ പോകണം. കുറച്ചും കൂടി റിവേഴ്സ് വെച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് വളരെ കുറവാണ്. പ്ലീസ് സപ്പോർട്ട് ഗൈസ്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.